കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അങ്ങനെ നാളെ നമ്മൾ കാണാൻ പോകുന്ന സേതുവിനും പല്ലവീനെ ഇരു കൈകളും നീട്ടി പൂർണിമ പൊന്നുമടത്തിലേക്ക് സ്വീകരിക്കുകയാണ്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് നമ്മൾ കണ്ടു പല്ലവിയും കൂട്ടി തങ്ങളുടെ നിരപരാധിത്വം വെളിപ്പെടുത്താനായിട്ട് ശോഭയുടെ മുകുന്ദമാഷിന്റെ അരിയിലേക്ക് എത്തുന്നുണ്ടെങ്കിലും പക്ഷെ അവരവിടെ നിന്ന് ഇറക്കി വിടുക ചെയ്തേ. എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ പല്ലവി സേതുവും കൂടെ അങ്ങോട്ട് പോവാണ്. അപ്പൊ കാറിലിരിക്കുന്ന സമയത്തും പല്ലവിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുക. ഈ സമയം സേതു പറഞ്ഞു, പല്ലവി ഇനി കരയരുത്, അല്ലെങ്കിൽ എന്തിനാ നീ കരയണേ? കരയേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയാ. വീട്ടുകാരെ കുറിച്ച് ഓർത്തിട്ടാണോ? സാരില്ല, അവരുടെ വിഷമങ്ങളും വേദനകളും എല്ലാം മാറിക്കഴിയുമ്പോ അവര് വന്ന് പല്ലവിനെ വിളിക്കും. ഇതിനു മുമ്പ് അനുഭവം ഉള്ളതാണല്ലോ എന്ന് പറയാം. എന്നാലും അങ്ങനല്ല സേതു ഏട്ടാ ഇത്. കാരണം അച്ഛനും അമ്മയ്ക്കും നല്ല വിഷമമായിട്ടാണെന്ന് പറയാം. അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. എന്നാലും ഞാൻ പറയുന്ന ഒന്ന് എന്താന്ന് പോലും കേൾക്കാൻ പോലും അവർ തയ്യാറായില്ലോ. അതിനുമുമ്പ് എന്നെ ഇറക്കി വിട്ടില്ലേന്ന് ചോദിക്കുക. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാനും അവരുടെ മോളല്ലെന്ന് ചോദിക്കുക. അതൊക്കെ അങ്ങനെയായിരിക്കും. പക്ഷെ അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചു നോക്കിയേ. അങ്ങനെ അവസ്ഥയിൽ മോളെ കണ്ടു കഴിയുമ്പോൾ ഏതൊരു അച്ഛനും അമ്മയും ചെയ്യുന്ന കാര്യങ്ങളോ അവരും ചെയ്തുള്ളൂ. അതിന്റെ പേരിൽ ഇനിയിപ്പോ സങ്കടപ്പെട്ടിട്ടോ വിഷമിച്ചിട്ടോ കാര്യമില്ല. ഇനിയിപ്പോ വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ടോ കാര്യമുള്ളെന്ന് പറയാം. പല്ലവി പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. മുമ്പാണെങ്കിൽ ഇങ്ങനെ ഇറക്കി വിട്ട സമയത്ത് എന്റെ ഫ്രണ്ടിന്റെ അരിയിലേക്കാണ് പോയത്. ഇനി അവളെ പോയി ശല്യം ചെയ്യുന്നത് ശരിയല്ല. അല്ലെങ്കിൽ തന്നെ അവിടെ നിൽക്കുന്ന അവളുടെ അമ്മയ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമില്ല എന്ന് പറയാം. ഇത് കേട്ടപ്പോ സേതു പറഞ്ഞു, പല്ലവിക്ക് എന്റെ കൂടെ വരാനായിട്ട് ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുക. എങ്ങോട്ടാ സേതുവേട്ടാ ഞാൻ വരണ്ടേ? എനിക്കറിയില്ല എന്ന് പറയാം. ഒരു കാര്യം ചെയ്യാം, അന്നെങ്കിൽ ഇപ്പൊ തൽക്കാലത്തേക്ക് പല്ലവിനെ ഏതെങ്കിലും ഹോസ്റ്റലോ എവിടെയെങ്കിലും ഞാൻ നിർത്തട്ടെ എന്ന് ചോദിക്കുക. പല്ലവി ഒന്ന് ആലോചിച്ചു. പിന്നീട് സേതു തന്നെ പറഞ്ഞു, അല്ലേ വേണ്ട, ഇനിയിപ്പോ ഹോസ്റ്റലൊക്കെ നിർത്താൻ പോയാൽ അത് വല്ലാത്ത പ്രശ്നമോ. അറിയാലോ, മുമ്പ് ഒരു പ്രാവശ്യം ഹോസ്റ്റൽ നിർത്താനായിട്ട് പല്ലവിനെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോ എന്താ സംഭവിച്ചെന്ന്. അത് മാത്രമല്ല, ഇനി ആ ഇന്ദ്രൻ വെറുതെ ഇരിക്കുമെന്ന് തോന്നില്ല. അവന് ചിലപ്പോൾ വൈരാഗ്യം ഉയർത്തുള്ളൂ. പല്ലവിനെ അവൻ എന്ത് ചെയ്യാനും മടിക്കത്തില്ല. അതുകൊണ്ട് ഇനി വേറൊരിടത്തും കൊണ്ടുപോയി നിർത്താനായിട്ട് എനിക്ക് മനസ്സും വരുന്നില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയാം. ആ സമയത്താണ് ശ്രീഹരി വിളിക്കുന്നത്. ശ്രീഹരി വിളിച്ചിട്ട് സേതുവിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുക. സേതു കാര്യങ്ങളൊക്കെ പറയാം. വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി സേതു. പിന്നീട് പല്ലവി പറഞ്ഞു, സേതുവേട്ടാ ഇവിടെ വണ്ടി നിർത്ത്, എനിക്ക് കുറച്ചേരം സംസാരിക്കണമെന്ന് പറയാം. പിന്നീട് അവിടെ വണ്ടി നിർത്തുവാണ്. അതിനുശേഷം സേതുവിനോട് പല്ലവി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, സേതുവേട്ടൻ എന്നെ ഇവിടെ ഇറക്കി വിട്ട് പൊക്കോളാൻ പറയാം. ഞാൻ എങ്ങോട്ട് ഇറക്കി വിടണമെന്ന പല്ലവി പറഞ്ഞേ. ദേ പല്ലവിനെ നടുറോട്ട് ഇറക്കി വിട്ടിട്ട് പോകാനാ. അതിനാണ് ഞാൻ പല്ലവിനെ കൂട്ടിക്കൊണ്ട് വന്നേന്ന് ചോദിക്കാം. ഞാൻ കാരണമല്ലേ സേതുവേട്ടാ? ഒരു പക്ഷേ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോ ഞാൻ ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകളാ പറഞ്ഞേ. അതുകൊണ്ടല്ലേ സേതുവേട്ടൻ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഞാൻ കാരണം ഇപ്പൊ സേതുവേട്ടനും വല്ലാത്ത അവസ്ഥ പെട്ടിരിക്കുമല്ലേന്ന് ചോദിക്കാം. അതൊന്നും കുഴപ്പമില്ല, നീ ധൈര്യമായിട്ടിരിക്കുക, നിനക്കൊന്നും സംഭവിക്കില്ല. എന്റെ കൂടെ എന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്ന പെണ്ണാ നീയ. അപ്പം നിനക്കൊരു പോറല് പോലും ഏക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാം. അപ്പോഴാണ് ശ്രീഹരിയുടെ ഫോണിലേക്ക് അച്ചു വിളിക്കുന്നത്. അച്ചു വിളിച്ചിട്ട് ചോദിച്ചു, അല്ല സേതുവേട്ടൻ ഇതുവരെയായിട്ടും വന്നിട്ടില്ല, സേതുവേട്ടൻ എന്ത് പറ്റിയെന്ന് അറിയാൻ വേണ്ടി വിളിച്ചാ. കാരണം നേരം വെളുത്തിട്ടും സേതുവിനെ കാണാത്തവന്റെ ഒരു വെപ്രാളത്തിൽ വിളിച്ചാണ്. പിന്നീട് ശ്രീഹരി അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയാം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ അച്ചു പെട്ടെന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യണം. പിന്നീട് നേരെ പൂർണിമയുടെ അടിയിലേക്കേ ചെല്ലുന്നേ. പൂർണിമയുടെ അടുത്ത് എന്നിട്ട് സേതുവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയണം. അതെ, സേതുവിന്റെ ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്നിട്ടുണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല, നിൽക്കുമെന്ന് പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ പൂർണിമ പറഞ്ഞു, ഒരു പക്ഷേ അന്ന് ജോത്സ്യം പറഞ്ഞ കാര്യം ശരിയായിരിക്കും, 1 വർഷത്തിനുള്ളിൽ തന്നെ സേതുവിന്റെ വിവാഹം നടക്കുമെന്ന്. അപ്പൊ അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഒരു പക്ഷെ ഈ പെൺകുട്ടിയുടെ കാര്യമായിരിക്കും പറയുന്നേ. ഈ പെൺകുട്ടി ഇങ്ങോട്ട് വലതുകാലി വെച്ച് കയറി വന്ന ഈ കുടുംബത്തിന് ഐശ്വര്യം എന്നല്ലേ പറയണേ. ഒരു കാര്യം ചെയ്യാം, ഞാൻ അവനെ ഇങ്ങോട്ട് വിളിക്കാൻ മോളേന്ന് പറയാം. സേതുവേട്ടൻ വരുമോന്ന് ചോദിക്കാം. ഞാൻ വിളിക്കാം, നീ ഒരു കാര്യം ചെയ്യാം, ആ നമ്പർ ഇങ്ങ് ഡയൽ ചെയ്ത് തരാൻ പറയണം. അങ്ങനെ സേതുവിന്റെ നമ്പർ ഡയൽ ചെയ്ത് കൊടുക്കുക. ഈ സമയം എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ സേതുവും പല്ലവിയും കൂടെ നിൽക്കുകയാണ്. അപ്പോഴാണ് പൂർണിമയുടെ കോള് വരുന്നത്. സേതു കോൾ എടുത്തു. പിന്നീട് സംസാരിക്കുകയാണ്. സേതുവിനോട് പൂർണിമ പറഞ്ഞു, അതെ നീ എവിടെയാ സേതു എന്ന് ചോദിക്കുക. ഞാൻ പുറത്തുണ്ട്. അല്ല നീ എന്താ ഇങ്ങോട്ട് വരാത്തെ? അല്ല അത് പിന്നെ ഞാന് കൂടുതൽ നീ ഒന്നും പറയണ്ട, കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു, നീ ആ പെൺകുട്ടീനെയും കൂട്ടി ഇങ്ങോട്ട് വരാൻ പറയണം. ഇത് കേട്ട സേതു പറഞ്ഞു, ഞാൻ അങ്ങോട്ട് അവളെയും കൂട്ടി വരത്തില്ല എന്ന് പറയാം. നീ എന്തിനാ സേതു മടിക്കുന്നേ? ഈ പൊന്നുമടത്തിലേക്ക് നീ അവളെയും കൂട്ടി വന്ന് ഓർത്തുണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരു പക്ഷെ നിന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ വിളിച്ചാനും, നിന്റെ അമ്മ ലക്ഷ്മി വിളിക്കുന്നതായിട്ട് നീ കൂട്ടിയാൽ മതി. നീ ധൈര്യമായിട്ട് അവളെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വാന്ന് പറയാം. സേതുവിന് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതെ ഞാനിവിടെ കാത്തിരിക്കുന്നുണ്ടെന്ന് പറയാം എന്ന് പറഞ്ഞ് കോഡ് കട്ടിയ. സേതുവിന് മുങ്ങി താഴാൻ തുടങ്ങുമ്പോൾ ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയ ഒരു അവസ്ഥയായിപ്പോയി സേതുവിന്. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? ഒരു പക്ഷെ പല്ലവിനെ കൊണ്ട് എങ്ങോട്ട് പോകുന്ന ഓർത്ത അവസ്ഥയാ.
പിന്നീട് സേതു ഇതിനെക്കുറിച്ച് പല്ലവിയോട് പറയുന്നുണ്ട്. പല്ലവിക്ക് ആദ്യം സമ്മതമല്ലായിരുന്നു. ഒരു പക്ഷെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പം എന്തായി തീരും, കല്യാണം കഴിച്ചിട്ടില്ല, ആദ്യത്തെ വിവാഹമാണെങ്കിൽ ബന്ധം വേർപ്പെടുത്തിയിട്ടും കൂടി ഇല്ല. ഇങ്ങനെ അവസ്ഥയിൽ കൈ പിടിച്ച് കയറി ചെല്ലുമ്പോൾ അവർക്ക് ചിലപ്പം എന്തേലും തോന്നൂലോ, അങ്ങനത്തെ ഒരു ചിന്തയൊക്കെ ഉണ്ട്. അത് മാത്രമല്ല, തങ്ങൾ ഇപ്പോഴും ഭാര്യ ഭർത്താക്കന്മാരല്ല താനും. സേതു പറഞ്ഞു ഇനിയിപ്പോ ഒന്നും നോക്കാനില്ല, കാരണം പൊന്നിമടത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അവിടെ ധൈര്യമായിട്ടിരിക്കാം. കാരണം ആരും അവിടെ ഒന്ന് അറ്റാക്ക് ചെയ്യാനൊന്നും പോകുന്നില്ലെന്ന് പറയാം ഇന്ദ്രന്റെ. കാരണം ഇന്ദ്രനെ ഒരു പേടിയുണ്ട് പല്ലവിക്ക്. ഇനിയിപ്പോ ഇന്ദ്രനെ പേടിക്കേണ്ട കാര്യം വരത്തില്ല, അവിടെ വന്ന് ആരും ആക്രമിക്കാനോ ഉപദ്രവിക്കാനോ ഒന്നും പോകത്തില്ലെന്ന് പറയാം. അങ്ങനെ സേതുവിനെ കൂട്ടിക്കൊണ്ട് പല്ലവി പൊന്നിമടത്തിലേക്ക് വരുവാണ്. ഈ സമയം അച്ചുവും ദേവചേച്ചി എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കുറുപ്പേട്ടനും അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. കുറുപ്പേട്ടനോട് പൂർണ്ണം ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. കുറുപ്പേട്ടൻ പറഞ്ഞു എന്തുകൊണ്ട് നല്ലൊരു കാര്യമെന്ന് എനിക്ക് തോന്നേ, ഒരു പക്ഷേ ഒരു പെൺകുട്ടിയും കൂടി ഇങ്ങോട്ട് വരുവാണെങ്കിൽ സേതുവിന്റെ സ്വഭാവത്തിൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും, സേതുവിന് കുറച്ചുകൂടി ഉത്തരവാദിത്വം കൂടും, പിന്നീട് അവനിവിടെ നിൽക്കത്തുള്ളൂ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യമായിരുന്നു അവന്റെ കല്യാണം. അവന്റെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ഒത്തിരി മാറ്റം ഉണ്ടാവും. പൂർണിമ അങ്ങനെ തന്നെ വിശ്വസിച്ചു, നല്ല കാര്യമാണെന്ന് തന്നെ വിശ്വസിക്കുക. ഈ സമയം ഋതു അവിടെ ഉണ്ടായിരുന്നില്ല. ഋതു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അച്ചും ബേബി ചേച്ചി അവരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കാറ് വന്ന് ഇന്ന ഉടനെ പൂർണിമ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ്. പൂർണിമനെ കണ്ടു കഴിഞ്ഞപ്പോൾ പല്ലവിക്ക് ആവപ്പെടൊരു വെപ്രാളം വിഷമമൊക്കെ വന്നു. ഇവരിനി എന്തായിരിക്കും പോലും പറയാൻ പോകുന്നത്. അങ്ങനെ ചെന്നിട്ട് പല്ലവിയുടെ കയ്യിലേക്ക് പിടിക്കുകയാണ്. പല്ലവിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പല്ലവി സേതുവിനെ ഒന്ന് നോക്കി. എന്താ മോളെ, നീ എന്താ സേതുവിനെ നോക്കുന്നേ? പേടിക്കണ്ട, ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരാൻ പറയണം. അപ്പത്തേനും അച്ചും കൂടെ അങ്ങോട്ട് വന്നു. അതെ, ഒരു പക്ഷെ മാധവേട്ടനും അല്ലെങ്കിൽ നിന്റെ അമ്മയുണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ എങ്ങനെ വീട്ടിലേക്ക് കയറ്റു, അതുപോലെ തന്നെയാണ് ഞാനും വീട്ടിലേക്ക് കയറ്റുന്നത്. മാധവേട്ടനുണ്ടെങ്കിൽ ഒരിക്കലും നിന്നെ ഉപേക്ഷിച്ച് കളയില്ല. നീ ഒരു പെൺകുട്ടീനെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇരു കൈ നീട്ടി മാധവേട്ട സ്വീകരിക്കത്തുള്ളൂ. അപ്പൊ അതുപോലെ തന്നെയാണ് ഞാനും ചെയ്യുന്നത്. അല്ലാതെ അച്ഛനും അമ്മയിലെന്ന് ഓർത്തുകൊണ്ട് ഒരിക്കലും നിന്നെ ഞാൻ നടതള്ളില്ല സേതു. എനിക്ക് നിന്നെ വേണമെന്ന് പറയാം. സേതുവിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. സേതുവിന്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. ഇവർക്ക് തന്നെ ഇത്ര ഇഷ്ടമായിരുന്നോ എന്നൊരു നിമിഷം ചിന്തിച്ചു പോയി. തന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ ചെയ്യുവോ, അപ്പൊ അതുപോലെ തന്നെയാണ് പൂർണ്ണിമ ചെയ്യുന്നതെന്ന് കണ്ടപ്പം സേതുവിന് സന്തോഷവും അതിലുപരി സങ്കടം വന്നു. പിന്നീട് പല്ലവിയുടെ കൈ പിടിച്ചിട്ട് അകത്തേക്ക് വാമോളെന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാ. അങ്ങനെ ചെന്നപ്പോ ബേബി ചേച്ചിക്കും കുറുപ്പേട്ടനൊക്കെ ഭയങ്കര സന്തോഷമായി. കുറുപ്പേട്ടൻ വന്ന് സേതുവിനോട് പറഞ്ഞു അതേ നീ വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ എന്ന് പറയാണ്. അങ്ങനെ അകത്ത് കൊണ്ടെടുത്തിപ്പോ സേതുവിനോടും പല്ലവിയോടും ആയിട്ട് പറഞ്ഞു അതെ ഞാൻ പോയി പെട്ടെന്ന് തന്നെ ചായ എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോവാം. ഈ സമയം പൂർണ്ണിമ പറഞ്ഞു ചായ മാത്രം ആക്കണ്ട, ഫുഡൊന്നും കഴിച്ചു കാണത്തില്ല, കഴിക്കാനും കൂടെ എന്തെങ്കിലും എടുത്തോളാൻ പറയാണ്. സേതുവിനോട് ചോദിച്ചു ഫുഡ് കഴിച്ചോന്ന് ചോദിക്കുക. സേതു പറഞ്ഞില്ല എന്ന് പറയണം. എന്നാൽ കഴിക്കാനും കൂടെ എടുത്തോണ്ട് ഇങ്ങോട്ട് വന്നാൽ മതി ബേച്ചേച്ചി, പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ എന്ന് പറയാം. അവരെല്ലാം ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പിന്നീടാണ് ഋതു കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഋതുവിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ലായിരുന്നു. ഋതു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ഇരുന്നപ്പോൾ അച്ചുവാണ് ഈ കാര്യങ്ങൾ വിളിച്ചു പറയുന്നത്. ഇതറിഞ്ഞപ്പോൾ ഋതുവിന് സഹിച്ചില്ല. ഋതു പെട്ടെന്ന് പ്രതാപനെ കാണാനായിട്ട് അങ്ങനെ ചെല്ലുവാണ്. പ്രതാപനെ കണ്ട് ഈ കാര്യങ്ങളൊക്കെ പറയാം. പ്രതാപൻ പറഞ്ഞു എന്ത് ധൈര്യത്തിൽ അവന് ആ പെണ്ണിനെ വിളിച്ചോണ്ട് അങ്ങോട്ട് വന്നിരിക്കുന്നത്, അതോ ആ ഇന്ദ്രപ്രസ്ഥത്തിലെ രാജലക്ഷ്മിയുടെ മരുമോള ഇതുവരെയായിട്ട് ബന്ധം വേർപ്പെടുത്തിയിട്ടില്ല, കല്യാണം കഴിഞ്ഞ് ഒറ്റ ദിവസം മാത്രം കണ്ട അവളോടൊപ്പം അല്ല അവനോടൊപ്പം അവൾ ജീവിച്ചെന്ന് പറയാൻ പറ്റില്ല, അന്ന് രാത്രിയിൽ അവൾ ചാടിയതാ. അങ്ങനെ ഒരുത്തിനെ വിളിച്ചോണ്ട് ആ വീട്ടിലേക്ക് വരാനായിട്ട് സേതുവിന് എന്താ അധികാരം ഉള്ളതെന്ന് ചോദിക്കുക. ഋതു പറഞ്ഞു ഞാനങ്ങോട്ട് ചെല്ലട്ടെ, അമ്മയോട് രണ്ടും പറഞ്ഞിട്ടുള്ളൂ ഇതെന്ത് ഭാവിച്ചതെന്ന്, കല്യാണം കഴിക്കാതെ ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്ന് അവിടെ പാർപ്പിക്കാനായിട്ട് ഇതെന്താ സത്രം വല്ലതാണെന്ന് ചോദിക്കുക. ഋതുമോളെ ഇതൊന്നും എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊക്കെ വീട്ടിൽ ചെന്ന് നിന്റെ അമ്മയോട് തന്നെ പറയാണ്. ഞാൻ ചെന്ന് ചോദിക്കുന്നുണ്ട് അങ്ങളെ എന്ന് പറഞ്ഞിട്ട് ഋതു അങ്ങോട്ട് വരണം. പ്രതാപം പറഞ്ഞു ഞാനും കൂടെ വരാന്ന് പറയണം. ഈ സമയം സേതുവിനും പല്ലവിക്ക് ഫുഡൊക്കെ വിളമ്പുവാണ്. അച്ഛനും ബേബി ചേച്ചി എല്ലാവരും കൂടെ കൂടി കഴിക്കാൻ പറഞ്ഞൊരു സ്നേഹത്തോടെ പൂർണ്ണിമയുള്ള അരികിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. പല്ലവിക്കാണ് കഴിക്കാൻ പോലും തോന്നില്ല. വീട്ടിലെ കാര്യങ്ങൾ ഓർത്തിട്ട് ഒരു പക്ഷെ തൻ്റെ അമ്മ ഇങ്ങനെ തന്നെയാണ് ഫുഡ് കഴിക്കുന്ന സമയത്ത് അരികിൽ നിന്നിട്ട് കഴിക്കും മോളെ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കഴിപ്പിക്കും. അതൊക്കെ ഓർത്തപ്പോൾ അറിയാതെ കണ്ണ് നിറഞ്ഞു വന്നു. എന്താ മോളെ നിന്റെ കണ്ണെന്താ നിറഞ്ഞു വരുന്നേ, നീ എന്താ കരയുന്നേന്ന് ചോദിക്കും. ഒന്നില്ല എന്ന് പറയാണ്. എനിക്കറിയാം നിന്റെ വിഷമം എന്താന്ന്, വിഷമിക്കണ്ട കേട്ടോ, നിനക്ക് ഇവിടെ ഒന്നിനും ഒരു കുറവ് വരത്തില്ല എന്ന് പറയാ. അങ്ങനെ പല്ലവി സേതുവോട് ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് എഴുന്നേക്കണം. അപ്പോഴാണ് ഋതുവിന്റെ പ്രതാപന്റെ വരവ് അങ്ങോട്ട്. അവര് വന്നു കഴിഞ്ഞപ്പോഴത്തേനും പൂർണ്ണിമയോട് ചോദിച്ചു അല്ല അമ്മ ഇത് എന്തു ഭാവിച്ചാന്ന് ചോദിക്കും. എന്താ ഋതു എന്താ കാര്യം, അമ്മ എന്തിനാ ഇവരെയൊക്കെ ഇവിടെ കയറി താമസിപ്പിച്ചേക്കെന്ന് ചോദിക്കുക. അല്ലെങ്കിൽ തന്നെ ഒരുത്തനെ കൊണ്ട് ഇവിടെ മനുഷ്യൻ പൊറുതി മുട്ടിയിരിക്കുക. അപ്പോഴാണ്ട് അവൻ ഒരുത്തിനെ വിളിച്ചോണ്ട് വന്നിരിക്കുന്നു, അവളെയും കൂടെ കയറ്റിക്കൊണ്ട് വന്നിരിക്കുന്നു. ഋതു ആവശ്യമില്ലാത്ത വാക്കുകൾ പറയില്ലെന്ന് പറയാം. എന്താ അമ്മേ എന്തേ ഈ സേതു എന്ന് പറയുന്ന ഭാര്യയൊന്നും അല്ലല്ലോ ഇവള്, മറ്റൊരുത്തിന്റെ ഭാര്യയല്ലേ, എന്നിട്ട് എന്ത് വിശ്വസിച്ചാ ഇവളെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു ചോദിക്കും. അച്ചു പറഞ്ഞു
ദേ ഋതു നീ ഒന്നും മിണ്ടാതിരിക്കുക, നീ എന്തൊക്കെയാ വിളിച്ചു പറയണമെന്ന് ചോദിക്കും. ഞാൻ പറയാനുള്ള കാര്യം പറയും. നാളെ ഒരു പക്ഷേ പോലീസ് അന്വേഷിച്ചു വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും വേണം ഉത്തരവാദിത്തം പറയാനായിട്ട്. മറ്റൊരുത്തിന്റെ ഭാര്യ അടിച്ചുകൊണ്ട് വന്നേക്കുന്ന നിയമപരമായിട്ട് ആ ബന്ധം പോലും വേർപിടിഞ്ഞിട്ടില്ല എന്ന് പറയാം. ഇത് കേട്ടോണ്ട് സേതു അങ്ങോട്ട് വരുന്നേ. സേതു പറഞ്ഞു, അതെന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം, നീ കൂടുതൽ അതിനകത്ത് ഇടപെടണ്ടെന്ന് പറയാം. ഋതു പറഞ്ഞു, അമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവരെ ഇപ്പോഴും തന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടണം, അല്ലെ ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് ഋതു അങ്ങോട്ട് കയറി പോവാ. പൂർണിമ ആകെപ്പാടെ പെട്ടുപോയി. പൂർണിമയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് കുറുപ്പേട്ടൻ വന്ന് ഋതുവിനോട് വിളിച്ചു, ഋതു മോളെ അവിടെ നിൽക്കും, ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്ന് പറയാം. കുറുപ്പമ്മാൻ ഇനിയിപ്പോൾ അവരുടെ വക്കാലത്ത് പിടിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരണ്ട, ഒരു കാരണവശാലും അവരെ ഇവിടെ നിർത്താൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറയാം. പെട്ടെന്ന് പല്ലവിക്ക് ഭയങ്കര വിഷമായി. പല്ലവി പറഞ്ഞു, ഞാൻ കാരണം ഇനിയിപ്പോൾ ഇവിടെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകണ്ട, ഞാൻ പോയിക്കോളാന്ന് പറയാണ്. ഇത് കേട്ടപ്പം പൂർണ്ണം പറഞ്ഞു, എങ്ങോട്ട് പോകാനായിട്ട്? മോൾ എങ്ങോട്ടും പോകുന്നില്ല, ഋതുവിന്റെ സ്വഭാവം അറിയത്തില്ലാത്തതുകൊണ്ടാ, അതൊക്കെ മോൾക്ക് പരിചയമായിക്കോളും, ഞാൻ അവളെ പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം. മോളൊരു കാര്യം ചെയ്യാം, ഇപ്പൊ മുറിയിൽ പോയി റെസ്റ്റ് എടുക്കുക, നന്നായി ക്ഷീണിച്ചിട്ടുണ്ടായില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അതങ്ങ് പറഞ്ഞു വിടുവാണ്. സേതുവിന് എന്ത് ചെയ്യണം നടത്തില്ലാത്ത അവസ്ഥയാണ്. പിന്നീട് പൂർണിമ നേരെ ഋതുവിന്റെ മുറിയിലേക്ക് ഇല്ലുവാണ്. ഋതു നീ എന്ത് പരിപാടിയായി കാണിച്ചേ, നീ എന്തൊക്കെയാ വിളിച്ചു പറയണെന്ന് ചോദിക്കാം. അപ്പത്തിനും പ്രതാപൻ അങ്ങോട്ട് വന്നു. ചേച്ചി ഇത് എന്ത് ഭാവിച്ചത്? ഒരുത്തനെ പിടിച്ച് കയറ്റി വെച്ചതും പോരാ, പിന്നെ അവളെയും കൂടെ എന്തിനാ ഇങ്ങോട്ട് കയറ്റിയെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ തന്നെ അവൻ കാരണം ഒരു സമാധാനം ഇല്ലാത്ത അവസ്ഥയില. അതെ, അവന്റെ ഭാര്യയായിട്ട് ഈ വീട്ടിലേക്ക് കടന്നു വന്ന മാധവേട്ടൻ ഉണ്ടെങ്കിൽ എങ്ങനെ ചെയ്യുവോ അതുപോലെ തന്നെ ഞാനും ചെയ്തിട്ടുള്ളൂ, അല്ലാതെ എനിക്ക് അവരെ ഒരിക്കലും ഇറക്കി വിടാൻ പറ്റില്ലെന്ന് പറയാം. പ്രതാപൻ പറഞ്ഞു, ഇതിന്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അനുഭവിച്ചോണെന്ന് പറയാം. എന്ത് പ്രശ്നം ഉണ്ടാകാനായിട്ട്? ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, എന്ത് വേണമെങ്കിലും ഞാൻ കൈകാര്യം ചെയ്തോളാം, ഞാൻ നോക്കിക്കോളാം എന്ന് പറയാം. ഋതു പറഞ്ഞു, അമ്മയ്ക്ക് ഇത് പറയാം, അമ്മ ഈ വീടിനകത്ത് തന്നെ ഇരിക്കുന്നല്ലേ, പുറത്തിറങ്ങി നടക്കുന്ന ഞാനാ, നാളെ ഇറങ്ങി കഴിയുമ്പോൾ ആൾക്കാരെ കളിയായി കഴിയുമ്പോഴത്തേനും അമ്മയ്ക്കൊന്നും അറിയേണ്ട കാര്യമില്ലെന്ന് പറയാം. ഋതു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനിയിപ്പോൾ അധികം വൈകാതെ തന്നെ അവരുടെ വിവാഹം നടക്കും. ഇത് അമ്മയോട് ആരെ പറഞ്ഞ അവരുടെ വിവാഹം നടക്കുമെന്ന്? അമ്മയ്ക്ക് വല്ല ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ പൂർണ്ണിമയ്ക്ക് അതിന് ഉത്തരവില്ലായിരുന്നു. പെട്ടെന്ന് അച്ചു അങ്ങോട്ട് വന്നു. അച്ചു വന്നിട്ട് ഋതു നീ ഒന്നും മിണ്ടാതിരിക്കുക, അപ്പറേ അവരുണ്ടല്ലോ വലിയേട്ടനൊക്കെ ഉണ്ട്, അവരെന്ത് വിചാരിക്കും എന്ന് ചോദിക്കുക. അതെ ഒരു കാര്യം പറഞ്ഞേക്കാം അച്ചു, നിന്നോടും കൂടിയാ പറയണേ, അവരെന്ത് ചെയ്താലും അതിനെല്ലാം ഒത്താശ പിടിച്ചോണ്ട് നിൽക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഞാനൊരു തീരുമാനം എടുത്തു തന്നെയാ, അവർ ഈ വീട്ടിലുണ്ട്, ഞാൻ ഇവിടെ നിൽക്കത്തില്ല എന്ന് പറയാം. എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയിലെത്തി പൂർണ്ണിമേ അച്ചുവൊക്കെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.